കേരളത്തെ വീണ്ടും ഇരുണ്ട കാലത്തേക്ക് നയിക്കുന്ന യു.ഡി.എഫ് സർക്കാരിന്റെ പവർ കട്ടിനെതിരെ ഡിവൈഎഫ്ഐ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ.എസ്.ഇ.ബി. ഓഫീസിനു മുന്നിൽ പ്രതിഷേധ യോഗവും ഈരാറ്റുപേട്ട ടൗണിൽ മെഴുകുതിരി വിതരണവും നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് ജെറി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം സവാദ് ഇഞ്ചക്കാടൻ, ഈരാറ്റുപേട്ട ഈസ്റ്റ് മേഖലാ സെക്രട്ടറി അജ്മൽ പി. മുഹമ്മദ്, ഈരാറ്റുപേട്ട മേഖലാ പ്രസിഡന്റ് റാഫി കൊല്ലംപറമ്പിൽ, ഈരാറ്റുപേട്ട ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് സാദിഖ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ പവർക്കെട്ടിനെതിരെ സംരക്ഷിക്കുന്ന ചാമ്പ്യൻ ഈരാറ്റുപേട്ടയിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ് ജില്ലാ കമ്മിറ്റി അംഗം. കഴിഞ്ഞ 10 കൊല്ലം പവർക്കെട്ടില്ലാത്ത ഒരു സംസ്ഥാനമായിരുന്നു കഴിഞ്ഞ 10 കൊല്ലം ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിൽ. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞൊരു ഒരാഴ്ച കാലഘട്ടമായിട്ട് നമ്മുടെ വീടുകളിൽ കുട്ടികൾ പഠിക്കുന്ന സമയം, അതുപോലെ വേൾഡ് കപ്പ് നടക്കുന്ന സമയം, കഴിഞ്ഞ ദിവസമൊക്കെ സെമി ഫൈനൽ ദിവസങ്ങളിൽ പോലും കറണ്ട് കട്ടില്ല. അത്യാവശ്യപ്പെട്ട ദിവസങ്ങളിലൊന്നും കറണ്ടില്ലാത്ത സാഹചര്യം, വിദ്യാർത്ഥികൾ പഠിക്കാൻ സൗകര്യമില്ല. വീട്ടിലെ വൈകുന്നേരങ്ങളിൽ വീട്ടാവശ്യങ്ങൾക്ക് മിക്സി പോലുള്ള അല്ലെങ്കിൽ ഫ്രിഡ്ജ് പോലുള്ള വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ സമരത്തിന് ഒരു പ്രതിഷേധമായിട്ട് ഞങ്ങൾ ഈ ഇരുണ്ട കാലത്തേക്ക് കടക്കുന്ന ഈ കേരള സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ കേരള സമൂഹത്തിന്റെ സർക്കാരിനെതിരെ ഒരു പ്രതിഷേധമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാക്കറ്റ് മെഴുകുതിരി നൽകിക്കൊണ്ട് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഇതൊരു സൂചന സമരം മാത്രമാണ്. വരും ദിവസങ്ങളിൽ ഇത്തരം കറണ്ട് കട്ടുകൾ നടത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പഴയ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ഇവിടുത്തെ വി.ഡി. സതീശൻ സർക്കാർ നടത്തുന്ന പരിപാടികൾ. ആ പരിപാടികൾക്കെതിരെ ഡിവൈഎഫ്ഐ സമരമായി മുന്നോട്ട് വരും. അതിന്റെ ഭാഗമായിട്ട് ഈരാറ്റുപേട്ട മേഖലാ കമ്മിറ്റി നടത്തുന്ന ഒരു സൂചനാ സമരമാണ് ഇത്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെഴുകുതിരി നൽകുകയാണ്. ഈ ഒരു പ്രതിഷേധ സൂചകമായി നിങ്ങൾ വീടുകളിൽ തെളിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കാളികളെന്ന് അറിയിക്കുകയാണ്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ദിരാ പവർ കട്ടാണ്. വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ പവർ കട്ട് ഉണ്ടാവും. അപ്പൊ കത്തിക്കാനായിട്ട് ഡിവൈഎഫ്ഐയുടെ വക കത്തിക്കാനുള്ള മെഴുകുതിരി നമ്മൾ തരുവാ. ഇരിക്കട്ടെ കേട്ടോ, കറണ്ട് പോകുമ്പോൾ കത്തിക്കാൻ. നമ്മുടെ നാട്ടിൽ കറണ്ട് കട്ട് പോലുള്ള സംവിധാനങ്ങളില്ല. ഇപ്പൊ കറണ്ട് കട്ട് തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ പണി കഴിഞ്ഞ് പോകുമ്പോൾ കറണ്ട് എന്തായാലും പോകും. ഇന്ദിരാ പവർ കട്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതൊന്ന് കത്തിച്ച് കിട്ടാനായിട്ട് ഡിവൈഎഫ് നടക്കുന്ന സൗജന്യമായ ഒരു കാലഘട്ടമായി നമ്മുടെ ലോകമെമ്പാടും ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഈ വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലും അതുപോലെ വരാനിരിക്കുന്ന ദിവസങ്ങളെല്ലാം നടക്കുവാൻ വേണ്ടി പോകുന്നത്. ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾ ആർത്തിരമ്പിക്കൊണ്ട് ഫുട്ബോൾ മാമാങ്കത്തിന്റെ അവസാന ലാപ്പുകളിലെ മത്സരങ്ങൾ കേൾക്കാനും കാണാനും വേണ്ടി കുറിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടുത്തെ വിസ്മയത്തിന്റെ അധീപനായിട്ടുള്ള വി.ഡി. സതീശന്റെ ഏറ്റവും വലിയ വിസ്മയമായിട്ടുള്ള ഇന്ദിരാക്കട്ട് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10 കാലഘട്ടങ്ങളിലായി പിണറായി സർക്കാരിന്റെ കാലഘട്ടത്ത് വെറും 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സഖാവ് എം മണിയാച്ചാൻ വൈദ്യുതി വകുപ്പിന്റെ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ പലരും കരിങ്കുരങ്ങെന്നും വിദ്യാഭ്യാസമില്ലാത്തെന്നും വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും കറണ്ട് കട്ടില്ലാത്ത സംസ്ഥാനമാക്കി ഈ സംസ്ഥാനത്തെ മാറ്റിയത് ആ മണിയാശാനും അതിന് പിന്നാലെ വന്ന രണ്ടാമത്തെ ഗവൺമെന്റുമാണ്, ഇടതുപക്ഷ ഗവൺമെന്റുമാണ്. സമരമാണ് സംസാരിക്കുന്ന സമയങ്ങളിൽ പോലും അപ്രതീക്ഷിതമായി കറണ്ട് പോകുന്ന ഒരു സാഹചര്യം. ഇത്രയും മഴ ഇവിടെ പെയ്തിട്ടും ഡാമിൽ വെള്ളമില്ല എന്നൊക്കെ പറയുന്ന ഇത്രയും